let's go to electromagnetic wave equation. എല്ലാവരും ഹെഡിങ് എഴുതിക്കോളൂ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ. ഇത് നമുക്ക് അത്യാവശ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹൈ മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ പറയണില്ല, പക്ഷെ ഇക്വേഷനും അതിന്റെ ഡെറിവേഷനും ജസ്റ്റ് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു 6 മാർക്സിനോ അല്ലെങ്കിൽ ഒരു 4 മാർക്സിനോ 3 മാർക്സിനോ ഒക്കെ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ത്രൂ ഔട്ട് നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി വരുന്ന സെമിസ്റ്റേഴ്സിലായാലും ഇത് റിലേറ്റഡ് കാര്യങ്ങൾ കുറെ വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ എന്താണെന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, സോ എന്താന്ന് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രോ പറയാം. We can define wave as a physical phenomenon in which same modification at a medium occurs. So electromagnetic wave equation എന്താന്ന് ജസ്റ്റ് നോക്കാം. We can define wave as a physical phenomenon in which some modification at a medium occurs at one place at a given time and an identical modification occurs another place at a latest time in such a way that the time delay is proportional to the space separation between the two places. Okay, നമ്മളൊരു വേവ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു സ്ഥലത്ത് അതിന്റെ ടൈമിനനുസരിച്ച് എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അത് അടുത്ത സ്ഥലത്ത് റിഫ്ലക്ട് ചെയ്യും. ആ ഒരു കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് ദ വേവ് ആണ് ജസ്റ്റ് പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാ ഡിറൈവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മാക്സ്വെൽസ് ഇക്വേഷന്റെ അപ്ലിക്കേഷൻ ആയിട്ടാണ് വേവ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ ഗിവ് വേവ് ഇക്വേഷൻ. Assume magnetic and electric field that are present in a medium varying with time. മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഒരു മീഡിയത്തിൽ നമ്മൾ വെച്ചേക്കാണ്. അവിടെ എന്താ, മാഗ്നറ്റിക് ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് ടൈമിനനുസരിച്ച് അതെന്ന് പറയുന്നത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു മീഡിയത്തിലാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ആണ് ഇത് എന്ന് പറയുന്നത്. ഫസ്റ്റ്ലി ഇലക്ട്രോമാഗ്നറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് മാക്സ്വെൽ ഇക്വേഷൻ ആണ്. മാക്സ്വെൽ ഇക്വേഷൻ. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഗീവ്സ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ. സോ അസ്യൂം ചെയ്യാൻ പോകുന്നത് എന്താ, അസ്യൂം മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് പ്രസന്റ് ഇൻ എ മീഡിയം വാരിയിങ് വിത്ത് ടൈം. ഓക്കെ, അതാണ് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത്, ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. അതേപോലെ തന്നെ ഇനി ഇതിപ്പോ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ചേഞ്ച് ആവുന്ന കേസ് പറഞ്ഞു. ഇനി ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ആവുമ്പോഴോ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി. ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. സോ ഈ രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്താൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇവിടെ ജെക്ക് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. എന്താ, ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി എന്താ പഠിച്ചിരിക്കുന്നത്, ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഇട്ട് കൊടുത്താലോ, ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നപ്പോ എന്താവുന്നേ, സിഗ്മ ഇ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. അതേപോലെ ബി ഇട്ട് കൊടുത്തേ, ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്തായി മാറും, മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി. ഇത് നമുക്ക് ഇക്വേഷൻ എത്ര കൊടുക്കാം, 3 കൊടുക്കാം. ഇത് ഞാൻ 4 കൊടുത്തു നമ്പറിങ്. ഓക്കെ, ഇനി ഫോർത്ത് ഇക്വേഷന്റെ കേൾ എടുക്കാൻ പോകുന്നു. ടേക്ക് കേൾ ഓഫ് 4. ഫോർത്ത് ഇക്വേഷന്റെ കേൾ എടുക്കുക. ഒന്ന് എഴുതി നോക്കിക്കേ. ഫോർത്ത് ഇക്വേഷൻ എന്താ, ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്ന കേൾ എടുക്കുമ്പോ അപ്പുറത്തെ സൈഡിലിട്ട് മൈനസ് മ്യൂ ഇൻറ്റു ഡോ ബൈ ഡോ ടി എന്തുവാ, ഡെൽ ക്രോസ് എച്ച്. ഇന്ത്യൻ കേൾ എടുക്കണ്ടേ. അപ്പോ ഇതാണ് എന്റെ ഇക്വേഷൻ 5. ഓക്കെ, ഇക്വേഷൻ 5 ആയിട്ട് ഞാൻ അതിനെടുത്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. നമുക്ക് ജെക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. ഈ ഇക്വേഷനിൽ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാൻ പറ്റും, സിഗ്മ ഇ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് കൊടുക്കാലോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇക്വേഷനും അതുപോലെ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ത് കൊടുക്കാൻ പറ്റും, മ്യൂ എച്ച് തന്നിട്ടുണ്ട്, മൈനസ് മ്യൂ ഓഫ് ഡോ എച്ച് ബൈ ഡോ ടി എന്ന് കൊടുക്കാൻ പറ്റും. ഇത് ഞാൻ ഇക്വേഷൻ 3 എന്നും കൊടുത്തു, ഇതിന് ഞാൻ 4 എന്നും കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഫോർത്ത് ഇക്വേഷന്റെ കേൾ എടുക്കാൻ പോവാണ്. ഫോർത്ത് ഇക്വേഷൻ ഏതാ, ഇത്. അപ്പൊ ടേക്ക് കേൾ ഓഫ് 4. ഫോർത്ത് ഇക്വേഷന്റെ കേൾ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഫോർത്ത് ഇക്വേഷന്റെ കേൾ എടുക്കുമ്പോൾ എന്ത് വരും, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് മ്യൂ ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് എച്ച് അല്ലെ. ഇതല്ലേ നിങ്ങൾക്കും കിട്ടിയ നോക്കിയേ. ഇതിന് ഞാൻ 5 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ആക്കി എടുത്തേ. നെക്സ്റ്റ് നമ്മുടെ തേർഡ് ഇക്വേഷൻ ഉണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് തേർഡ് ഇക്വേഷൻ ഇൻ 5. ഒന്ന് ചെയ്ത് നോക്കിക്കേ. തേർഡ് ഇക്വേഷനെ നിങ്ങൾ 5 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടണേ നോക്കുക. എന്നിട്ട് ഒന്ന് വെരിഫൈ ചെയ്യുക ഇത് തന്നെയാണോ കിട്ടിയെന്ന്. ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് മ്യൂ ഡോ ബൈ ഡോ ടി ഓഫ് സിഗ്മ ഇ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഓക്കെ, നമുക്കൊരു പ്രോപ്പർട്ടി, കേളിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നോക്കിയേ.
ഡെൽ ക്രോസ് എ എന്ന് പറയുന്നതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ എ. ഇതാണ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു, കേളിന്റെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റൂലേ? സെയിം അല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നത് മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്നത്, ഓക്കെ, ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ ഡോ ബൈ ഡോ ടി ഓഫ് സിഗ്മ ഇ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഓക്കെ, അപ്പൊ എന്ത് വരും? അറ്റ് ചാർജ് ഫ്രീ മീഡിയത്തിലെ അറ്റ് ചാർജ് ഫ്രീ മീഡിയത്തിൽ, അപ്പൊ അറ്റ് ചാർജ് ഫ്രീ മീഡിയം അതിൽ എന്താ ഉണ്ടാവുന്നത്? ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നില്ലേ, അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? അപ്പൊ എന്ത് വരും? മൈനസ് ഓഫ് ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് ഓഫ് മ്യൂ ഡോ ബൈ ഡോ ടി ഓഫ് സിഗ്മ ഇ പ്ലസ് ഡോ ഇ ബൈ ഡോ ടി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഡെൽ സ്ക്വയർ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു സിഗ്മ മ്യൂ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സോ if take the curl of equation 3 we get magnetic. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇത് നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇപ്പൊ കേൾ ഓഫ് ഇക്വേഷൻ 4 എടുത്തപ്പോ എനിക്ക് എന്ത് കിട്ടി? ഇലക്ട്രിക് ഫീൽഡിന്റെ ആണ് കിട്ടിയത് അല്ലെ? ഇതിപ്പോ ഞാൻ എടുക്കുന്നത് ഇഫ് ടേക്ക് കേൾ ഓഫ് ഇക്വേഷൻ 3 ആണ് എടുത്തതെന്ന് വിചാരിക്കും. എന്തായിരുന്നു എന്റെ ഇക്വേഷൻ 3 എന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് നോക്കിയേ, ഇതാണ് എനിക്ക് കിട്ടുക. അപ്പൊ ഇക്വേഷൻ 3യുടെ കേൾ ആണ് ഞാൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് വരുന്ന ഇക്വേഷൻ എന്തായിരിക്കും എന്ന് അറിയോ? ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു സിഗ്മ മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, ഇതാണ് എനിക്ക് വരുന്ന ഇക്വേഷൻ. സിമിലർലി അപ്പോ രണ്ട് വേവ് ഇക്വേഷൻ വന്നത് കണ്ടോ? ദിസ് ഈസ് ദ വേവ് ഇക്വേഷൻസ്. ഓക്കെ, സോ ഒരു ഫ്രീ സ്പേസ് ആണെങ്കിൽ അവിടുത്തെ മ്യൂയുടെ വില ഫോർ ഫ്രീ സ്പേസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ മ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോ ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. അതേപോലെ ഡെൽ സ്ക്വയർ എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ ആണ്. സോ ഈ ഇക്വേഷൻസ് കാണാണ്ട് പഠിക്കുക, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഈസ് ദ ജനറൽ വേവ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഇ ആൻഡ് എച്ച്. ഇന്റെ എച്ചിന്റെ തമ്മിലുള്ള ജനറൽ ആയിട്ടുള്ള വേവ് ഇക്വേഷൻ ആണിത്, വേവ് ഇക്വേഷൻ. ഓക്കെ, സോ സ്റ്റഡി വെൽ. ഈ രണ്ട് ഇക്വേഷൻ നല്ല വൃത്തിക്ക് പഠിക്കുക. ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഈ ഒരു ഡെറിവേഷൻ പഠിച്ച കുഞ്ഞു ഡെറിവേഷൻ അല്ല, ആകെ നോക്കി ഇപ്പൊ ഒരു 3 സ്ലൈഡിലായിട്ട് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സാധനം കൂടിയാണ് ഇത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് മോഡ്യൂൾ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യം നല്ല വൃത്തിക്ക് പഠിച്ച് നന്നായി പരീക്ഷ എഴുതുക. ഓക്കെ, താങ്ക് യു.